തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ ബി.ജെ.പി രണ്ട് കലത്തിലായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സന്ദീപ് വാര്യർ ഇറങ്ങിയതോടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയായി ബി.ജെ.പിക്ക്. ഉള്ള വോട്ട് വിഹിതം മുഴുവൻ കളഞ്ഞെന്ന് മാത്രമല്ല, സ്വന്തം അണികളുടെ വായിലിരിക്കുന്നത് വരെ കേൾക്കേണ്ട അവസ്ഥയാണിപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുള്ളത്. താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറയാനും സുരേന്ദ്രൻ മടി കാണിച്ചില്ല. ഇത് പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്ത് വരികയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു എന്നാണ് പ്രമീള പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ നന്നാകുമെന്ന് നേതൃത്വത്തോട് താൻ ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ സി കൃഷ്ണകുമാറിനെ മാറ്റാറായില്ലേ എന്ന് പൊതുജനം ചോദിച്ച സാഹചര്യത്തിലായിരുന്നു സ്ഥാനാർത്ഥി മാറ്റം ആവശ്യപ്പെട്ടതെന്നും പ്രമീള വ്യക്തമാക്കി. അതേസമയം ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറിച്ചെന്ന ആരോപണം പ്രമീള തള്ളിക്കളയുകയും ചെയ്തു. കൂടാതെ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വം അത് അംഗീകരിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ വീഴ്ച പറ്റിയെന്നാണ് പ്രമീള പറയുന്നത്. സംസ്ഥാനത്തോ ജില്ലയിലോ ഒരു വിഷയമുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. അത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു. അതിനെ മറികടന്നുള്ള പ്രചാരണമാണ് നടത്തിയത്. സി കൃഷ്ണകുമാറിനായി ഒറ്റക്കെട്ടായി നിന്നു. ബി.ജെ.പി ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തിയെങ്കിലും ജനവിധി എതിരായെന്നാണ് പ്രമീള ചൂണ്ടിക്കാട്ടിയത്. സി കൃഷ്ണകുമാറിന് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ല എന്നും പ്രമീള വ്യക്തമാക്കിയിട്ടുണ്ട്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി കൃഷ്ണകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കുമോ എന്നും തനിക്കറിയില്ല എന്നും പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞു. നഗരസഭാ ഭരണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് ഇടപെടേണ്ടത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടുകാരനാണ്. പിഴവുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കേണ്ടത് നേതൃത്വമാണ്. ജില്ലാ നേതൃത്വത്തോട് ആലോചിച്ചാണ് നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോകുന്നതെന്നും തോൽവിയുടെ കാരണം നഗരസഭയ്ക്ക് മേൽ കെട്ടിവെക്കുകയാണ് ജില്ലാ നേതൃത്വത്തിന് കീഴിലുള്ള നഗരസഭയുടെ ഭരണം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല എന്നും പ്രമീള ശശിധരൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ ശോഭയുടെ പേര് താൻ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു എന്നുകൂടി പ്രമീള പറയുന്നുണ്ടായിരുന്നു. ഈ ബി.ജെ.പിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത്തവണ ഈ പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നോ ഈ സ്ഥാനാർത്ഥിയെ കിട്ടിയുള്ളൂ? 100% ചോദിച്ചിരുന്നു. കുറേ ഭാഗത്ത് ചോദിച്ചിരുന്നു. എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ, വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ? ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു, M.T. രമേശിന്റെ പേര് വന്നിരുന്നു, ഈ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് എളുപ്പമായിരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. സ്ത്രീകളുടെ നഗരസഭയിലെ വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. 1500 വോട്ടേ കമ്മിയായിട്ടുള്ളൂ. MP ഇലക്ഷന് 29,000 വോട്ട് നഗരസഭ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട്. 27,500 ആണ് MLS ഇതിന് കിട്ടിയത്. 1500 വോട്ടിന്റെ കുറവാണ്. 1500 വോട്ട് നോട്ടയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, വിരോധമുള്ളവര് നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാം. ബി.ജെ.പിയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയല്ലേ, നമുക്കത് പറയാൻ പറ്റൂ. ശോഭയായിരുന്നു ജയിക്കുമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയാണ്. അതായത് ചെയർപേഴ്സൺ ഈ പലതവണ നോട്ടയുടെ കാര്യം പറഞ്ഞു. അതായത് ബി.ജെ.പി പ്രവർത്തകർ നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടയ്ക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തു നിന്നും പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നാണോ വോട്ട് കമ്മിയാണ്. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു. നഗരസഭ ഉണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ പാളിച്ചകൾ തന്നെ ആവണം. സാധ്യത അത് തന്നെയാണ്. ചെയർപേഴ്സന്റെ വാർഡിൽ നിന്ന് ഉൾപ്പെടെ വോട്ട് കുറഞ്ഞു. ഇല്ല, എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് 19, 20, 21, 22 ബി.ജെ.പി NDAക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട്. സ്ഥാനാർത്ഥിയുടെ വാർഡിൽ കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യുക. ഒരു വ്യക്തി അതൊക്കെ ജനവിധി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കൃഷ്ണകുമാറിന്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. അത് പാർട്ടി അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ബൂത്തിലെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ അന്വേഷിക്കട്ടെ. പരിശോധിക്കട്ടെ. അതൊക്കെ ചെയ്യേണ്ടതല്ല. അതൊക്കെ ചെയ്തോട്ടെ. അതൊന്നും നമ്മൾ അഭിപ്രായം പറയണതല്ലല്ലോ. അതൊക്കെ ജനങ്ങൾ പറയണമെങ്കിൽ അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറേയൊക്കെ മാനിക്കേണ്ടത്
മാനിക്കാതെ പോയതുകൊണ്ടാണോ ഈ തോൽവി? ആവശ്യമാണ്. ഈ ഈ പലപ്പോഴും മാനിക്കാതെ പോയതുകൊണ്ടാണോ ഈ തോൽവി? തീർച്ചയായിട്ടും കൃഷ്ണകുമാർ അധികാരമോഹിയാണെന്നാണ് പൊതുവെ ശിവരാജ് അതറിയില്ല. എല്ലാ കാരണം തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നു. മുനിസിപ്പാലിറ്റി ആയാലും അല്ല, നിയമസഭ അങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനമോ കേന്ദ്രമോ അത് പാടില്ലല്ലോ, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ. അത് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ജില്ലയിൽ ഒരു വിഷയമുണ്ട്, നഗരസഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പലപ്പോഴും സ്ഥാനാർത്ഥിക്കെതിരെ വരുന്ന ആരോപണം അദ്ദേഹത്തിന് വോട്ട് കേന്ദ്രീകരിക്കുന്നതിൽ മറിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ പലതും വന്നിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് അതിന്റെ സാമ്പത്തിക ശേഷിയെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ധാർമ്മിക ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കൂല്ലേ? അത് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കണം, അതെനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമാണ്? ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ്. ഇനി സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ തീരുമാനം എടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇങ്ങനെ പരാതിയൊക്കെ അറിയിച്ചിരുന്നു. യാതൊരു നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയും ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്നു. ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് BJP ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ജനവിധി അങ്ങനെ ആയിപ്പോയി.